ഗിവിങ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഒരു ആണിവേരാണ്. സുവിശേഷത്തിൻ്റെ കാതലായ ഓരോ വാക്കെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ നൽകി ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. God so loved the world that he gave his only begotten son, that whosoever believeth on him should not perish but have eternal life. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവാണ് നമ്മൾ അതിലെ കൂടുതൽ കാണുന്നത്. പക്ഷെ അതിൽ രണ്ട് കാര്യം മനസ്സിലാക്കണം. God gave and gave his only begotten son. അപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ദൈവം കൊടുത്ത് അതിൻ്റെ ശേഷമാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം കൊടുക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പുതിയ നിയമം വായിക്കുമ്പോൾ ഈ കൊടുക്കുന്നത് ആൾ നമ്മുടെ രക്ഷയെ തുടങ്ങുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകനോട് വന്ന് പറഞ്ഞു മാനസാന്തരപ്പെടാനായിട്ടാണ് വന്നത്. യഥാർത്ഥമായിട്ട് മാനസാന്തരമാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ എന്നാ ചെയ്യണം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ല ഏതെങ്കിലും പള്ളിയിൽ പോയി 21 ദിവസം ഉപവാസം എടുക്കുക എന്നൊന്നും പറഞ്ഞില്ല. 2 കോട്ടുണ്ടെങ്കിൽ 1 കൊടുത്തായിരുന്നു. വേറെ ഒരുത്തരോട് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഹാരം നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അടുത്ത് കൊടുത്തു. അടുത്ത പട്ടാളക്കാരനോട് ചോദിച്ചു എന്നാ ചെയ്യണം? അവരെന്നാ പറഞ്ഞു? പട്ടാളക്കാരനോട് എന്നാ പറഞ്ഞു? നിങ്ങൾക്ക് ഉള്ള ഊദ്യം കിട്ടുന്ന ശമ്പളം മതി, അത് തന്നെ മതി എന്നിരിക്കണം, കൂടുതൽ ആരും വാങ്ങരുത്, കൈക്കൂലി വാങ്ങരുത്, മതി എന്നിരിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല കൊടുക്കുക എന്നുള്ളതാണ്. റിപ്പൻറ്റൻസ് ആരോടെങ്കിലും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന എങ്ങനെയാ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് റിപ്പൻറ്റൻസ് ഇല്ലേ? എക്സെപ്റ്റ് എ മാൻ റിപ്പന്റ് വിൽ പെരിഷ്. ആ റിപ്പൻറ്റൻസിന് തന്നെ യോഹന്നാൻ സ്നാപകൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ. What to do? It to give away your coat, give away your food, don't buy anything extra എന്ന് പറഞ്ഞുകൊണ്ട് മോണിറ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് വാങ്ങാനല്ല ഇങ്ങോട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. സഖയുടെ വീട്ടിൽ പോയപ്പോൾ സഖ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ, കൊടുത്തോളാം, നാളെ എത്രയായിട്ട് കൊടുത്തോളാം, പകുതി കൊടുത്തോളാം, എല്ലാം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? ഇപ്പോൾ ഈ വീട്ടിൽ രക്ഷ വന്നിരിക്കുക. വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ യൂഷ്വൽ തിങ് ഒന്നും, ഒരു സിന്നേഴ്സ് പ്രയർ ഒന്നും അവിടെ പ്രാർത്ഥിച്ചില്ല. പുള്ളി പറഞ്ഞു കൊടുത്തോളാം കേട്ടോ എന്ന് പറഞ്ഞ് എങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങി. കർത്താവ് പറഞ്ഞു അത് മാത്രം പോരാ, ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചത് ഒന്നും പറഞ്ഞില്ല. ടുഡേ സാൽവേഷൻ ഹാസ് കം ടു യുവർ ഹൗസ്. അങ്ങനെ കൊടുക്കുക എന്നുള്ള ആ വാക്ക് വേദപുസ്തകത്തില് നമ്മുടെ രക്ഷയോടും നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിരിക്കണം. കാരണം എന്താണെന്നറിയാം? കൊടുക്കാതിരിക്കാനാണ് കർത്താവിന് എതിരായിട്ടുള്ളവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഡോണ്ട് ഗിവ് എനിത്തിങ് ബിക്കോസ് യു വിൽ ലൂസ്. കിങ്ഡം പ്രിൻസിപ്പിൾ ഗിവ് എന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാന ഉപദേശവും അതാണെങ്കിൽ പിശാച് നമ്മളെ പഠിക്കുന്നത് കൊടുക്കരുത്. അതിൽ കൊടുക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതവൻ ചെയ്യും. കാരണം ഏതോ ഒരു കാരണം കൊണ്ട് ഈ പിശാചിന്റെ ആ പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ മനുഷ്യരുടെ കയ്യിലുള്ളത് വർദ്ധിപ്പിച്ച് എങ്ങനെയാ വർദ്ധിപ്പിക്കുന്നത്? അതിൽ ഒരു ഭാഗമാണ് കൊടുക്കാതിരിക്കുന്നത്. കൊടുത്താൽ എന്നാ ആവും? കുറേ തന്നെ ചെയ്യും. യു വിൽ ഓൾവേസ് ലൂസ്. ബട്ട് ടു മേക്ക് ഇറ്റ് ഇൻക്രീസ്, അത് തന്നെ നമ്മുടെ ചെവിയിലൊന്ന് പറഞ്ഞു. നമുക്ക് ആർക്കാ ഇഷ്ടപ്പെടാത്തത്? കയ്യിൽ ഇത്ര ഉണ്ടല്ലോ, നല്ലത് ഇത് ഡബിൾ ആക്കി തരാം എന്ന് പറഞ്ഞാൽ നല്ല 1-ാം തര വിശ്വാസി പോലും വായോ. ഇല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ ബ്ലേഡ് കമ്പനികളൊന്നും ഇത്രയും ഫ്ലറിഷ് ചെയ്യത്തില്ല. ആരെങ്കിലും നമ്മുടെ കയ്യിൽ കാശ് കിട്ടിയാൽ അടുത്ത നെക്സ്റ്റ് അഡ്വൈസ് പറയുന്നത് എന്നാ? സാറേ ചുമ്മാ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാ കാര്യം? ബാങ്കിലിട്ട് 5% കിട്ടത്തുള്ളൂ, അവിടെ ഇട് 2 ഡബിൾ ആവും, 3 വർഷത്തിൽ ഡബിൾ ആവും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് തന്നെയാണ് അഡ്വൈസ്. നമ്മൾ വിചാരിക്കും നല്ല അഡ്വൈസാണ്. തെറ്റുണ്ടോ? ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയുന്നത് എന്തിനാ 10,000 രൂപ കൈ വെച്ചിരിക്കുന്നത്, അവിടെ ഇട്, നാളെ അത് 5,000 രൂപ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കും? Nobody, none of us will accept. കാശ് കയ്യിൽ കിട്ടിയോ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ്
അതിനെ തുടർന്നാണ് പല അൺറൈറ്റ്യസ് അനീതിയായിട്ടുള്ള വർധനകളെല്ലാം വരുന്നത്. ഇത് രണ്ടും ലൂസിഫറിൽ കണ്ടതുകൊണ്ടാണ് ദൈവം അവനെ ശപിച്ച് പിശാചാക്കി. ഇത് എൻ്റെ കഥയല്ല, എസെക്കിയേൽ 28 എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി. എസെക്കിയേൽ 28. നമ്മൾ സാധാരണമായിട്ട് എസെക്കിയേൽ 14 വായിക്കുമ്പോൾ ലൂസിഫർ തന്നെ താൻ ദൈവം പോലെ ആകണമെന്ന് വിചാരിച്ചു അഹങ്കാരം കൊണ്ടതുകൊണ്ടാണ് താൻ താഴെ വന്നത് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ വൺ മോർ ഇൻഫർമേഷൻ. എസെക്കിയേലിന്റെ 28 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. You were anointed as a guardian cherub, for so I ordained you. You were on the holy mount of God, you walked among the fiery stones. You were blameless in your ways from the day you were created, till wickedness was found in you. Through your abundant trade, you were filled with violence and you sinned. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുക്കത്തിന് നിമിത്തം, ത്രൂ യുവർ അബണ്ടൻസ്. അതെ, പിന്നെയും താഴെ 18 വാക്യത്തിൽ വായിച്ചാൽ your heart became proud on account of your beauty, and you corrupted your wisdom because of your splendor. So I threw you to the earth, I made a spectacle of you before kings. 18 വാക്യം, by your many sins and dishonest trade. അനീതിയായ വ്യാപാരത്തിൽ. How Satan was involved in the trade, വേൾഡ് ട്രേഡിൽ എങ്ങനെയാണ് സാത്താൻ ഉൾപ്പെട്ടിരുന്നത് എന്നുള്ളത് തീർത്ത് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, യു ഹാഡ് ബീൻ എൻട്രസ്റ്റഡ് വിത്ത് ട്രേഡ്. അതിൽ 2 കാര്യം. വൺ ഈസ് അബണ്ടൻസ്, അത് വർദ്ധിപ്പിച്ചു വ്യാപാരത്തിൻ്റെ ബഹുത്വത്തിന് നിമിത്തം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വ്യാപാരത്തിൻ്റെ അനീതി നിമിത്തം. ഇത് രണ്ടും കൊണ്ടാണ് നിന്നിൽ പാവമുണ്ടായതും ഞാൻ നിന്നെ മാറ്റിക്കളഞ്ഞത്. അപ്പൊ സമൂഹം പിശാചിന്റെ എണ്ണം, കയ്യിൽ പൈസ ഉണ്ടോ അവൻ്റെ കയ്യിലോ അവൻ്റെ അനുഗാമിയുടെ കയ്യിലോ അവനെ ശ്രവിക്കുന്നവരാരുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് വി വിൽ മേക്ക് ഇറ്റ് മോർ, വി വിൽ ഇൻക്രീസ് ഇറ്റ്. ഈ ആലോചന ആരിൽ നിന്ന് വന്നാലും മനസ്സിലായിക്കൊള്ളണം, അതിൻ്റെ ഓറിജിൻ പിശാചാണ്. സ്വന്തം ഭാര്യ ഭർത്താവിൽ വന്നാലും, കൂട്ടുകാരൻ വന്നാലും, കുടുംബത്തിൽ വന്നാലും, നാട്ടുകാരൻ വന്നാലും, പേപ്പറിൽ വന്നാലും, ബാങ്ക് ആണെങ്കിലും, ഇൻഷുറൻസ് ആണെങ്കിലും, ആരെങ്കിലും ആണെങ്കിൽ പൈസ കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അത് വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ ദാറ്റ് കംസ് ഫ്രം ഹിയർ, ത്രൂ യുവർ അബണ്ടൻസ് ഓഫ് ട്രേഡ്. കാരണം ഇതോടുകൂടെയാണ് അടുത്ത ബാഗേജ് എല്ലാം വരുന്നത്. ഡിസ്ഹോണസ്റ്റ് മീൻസ് നമ്മളൊരു ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ അത് വർദ്ധിപ്പിക്കുന്നത്, ഞാൻ ആരെയും മോഷ്ടിക്കുന്നില്ലല്ലോ എന്നെല്ലാം പറയാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ലക്ഷണം വരുന്നത്, ഡിസ്ഹോണസ്റ്റ്. കാരണം പലപ്പോഴും സാത്താൻ പറയുന്ന ചില അടവുകളുണ്ട്. എന്നാ അടവുകൾ എന്നറിയാമോ? ഇത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് സൊസൈറ്റിയിൽ ഒരു സ്ഥാനം ലഭിക്കത്തില്ല. നമ്മൾ കേട്ടിട്ടില്ലയോ? മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളെ പറയും, അവൻ നല്ല ഒരു ജോലി ഇരുന്നെങ്കിലല്ലേ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നത്. നമുക്കും അറിയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ സൈക്കിളിൽ പോയി സർക്കിളെ കാണണമെന്നൊന്ന് പറഞ്ഞു നോക്കിയേ, അവിടെ ഇരിക്കടാന്ന് പറയും. ഹോണ്ട സിറ്റി പോയി നോക്കിയേ, അത് വ്യത്യാസം. ദാറ്റ്സ് ഓൾ ദ ഡിഫറൻസ്. അപ്പോൾ ലോകം നമ്മളെ മാനിക്കണമെങ്കിൽ പൈസ വേണം, പൈസ വേണമെങ്കിൽ ഉള്ളത് വലിയ കൂട്ടണം. ഇതിന് ദൈവമക്കൾ പറയാണ്, എന്നെ ആരും മാനിക്കണ്ട എന്ന് പറഞ്ഞാലോ? കാരണം നമ്മുടെ കർത്താവിനെ ആരും മാനിച്ചില്ലല്ലോ. അത് പറയാൻ നമുക്ക് മടിയായത് കൊണ്ടല്ലേ അവൻ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അവൻ പറയാ, നിന്നെ ആരെങ്കിലും മാനിക്കണമെങ്കിൽ ഇത് വേണം. നമുക്ക് പറയാം, എന്നെ ആരും മാനിക്കണ്ട, എന്നാ കുഴപ്പമില്ല പറയാൻ നമുക്ക് മനസ്സുണ്ടാവും. കാരണം പിശാച് പറയാ, പലരും ഈ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, കയ്യിൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ന്യായമായിരിക്കും. നമ്മുടെ കൊച്ചുങ്ങളെ വേണമെങ്കിൽ നല്ല ഒരു കോളേജിൽ ഇടാൻ പറ്റത്തില്ല, നല്ല ഒരു കോളേജിൽ ചേർക്കാൻ പറ്റത്തില്ല കയ്യിൽ കാശില്ലെങ്കിൽ. റൈറ്റാണോ? കുറച്ച് കാശുണ്ടെങ്കിൽ ചേർക്കാം. കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നാം ഒരുങ്ങണമോ എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഇത് ഗെത്സമനെ പോകുന്നതിന് മുമ്പേ പത്രോസിനെ വിളിച്ചു.
ഇതിന് മുമ്പ് ഞാൻ നിന്നെ അയച്ചപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ? പൈസയോ ചെരുപ്പോ